നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾക്ക് വിശ്വാസമുള്ളതും ഏറ്റവും പഴക്കം ചെന്നതെന്ന് പറയാവുന്നതുമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ്. എന്നാൽ നമ്മളിൽ പലരും റിയൽ എസ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഭൂമിയും വീടും കെട്ടിടങ്ങളും മാത്രമാണ്. ഇവ മാത്രമാണോ റിയൽ എസ്റ്റേറ്റ്? ഇവ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവ കൂടാതെ മറ്റൊരുപാട് ഓപ്ഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റ് അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. വെൽക്കം ടു വോൾസ് ആൻഡ് ബുൾസ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായി രണ്ട് ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമതായി ഡയറക്റ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്, രണ്ടാമതായി ഇൻഡയറക്റ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്. ഇവ കൂടാതെ സ്പെഷ്യലൈസ്ഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇന്റർനാഷണൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരമ്പരാഗത പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഭൂമി വാങ്ങി വെച്ച് കൂടുതൽ വിലക്ക് വിൽക്കുന്നത്, വീട് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതും വിൽക്കുന്നതും, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് വാടകയ്ക്ക് കൊടുക്കുന്നത്, ഭൂമി കൃഷി ആവശ്യത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നത് തുടങ്ങിയവ. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ആവശ്യം വരും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി കുറവാണ്. കാരണം ഇവിടെ വിൽക്കാനും വാങ്ങാനും ഒരുപാട് പേപ്പർ വർക്കുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസ്, ടാക്സ് നിയമങ്ങൾ തുടങ്ങിയ ഒരു വലിയ തലവേദന തന്നെയാണ്. ഇനി ഇൻഡയറക്റ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. ഇൻഡയറക്റ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത റിയൽ എസ്റ്റേറ്റ് പോലെ ലക്ഷങ്ങളുടെയോ കോടികളുടെ ആവശ്യം വരുന്നില്ല. നമുക്കിവൻ 100 രൂപക്ക് പോലും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻഡയറക്റ്റ് റിയൽ എസ്റ്റേറ്റ് വഴി സാധിക്കും. അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും കൂടുതലാണ്, അതായത് വിൽക്കാനും വാങ്ങാനും എളുപ്പമാണ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് റിയൽ എസ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് REITs. നമ്മളൊരു കമ്പനിയുടെ സ്റ്റോക്സ് വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഏതാണ് യൂണിറ്റ്സ് നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ REITസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസിന്റെ ഏതാണ് യൂണിറ്റ്സ് നമുക്ക് കിട്ടും. ഈ കാറ്റഗറിയിലുള്ള അടുത്ത ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അടുത്ത റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിലേക്ക് പോകാം. സ്പെഷ്യലൈസ്ഡ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിന് ഉദാഹരണങ്ങളാണ് സ്റ്റുഡൻസ് ഹോസ്റ്റൽ, വർക്കിംഗ് മാൻസ് അല്ലെങ്കിൽ വുമൻസ് ഹോസ്റ്റൽ, ഹോസ്പിറ്റൽ ബിൽഡിംഗ്, ഹോട്ടൽ ബിൽഡിംഗ് തുടങ്ങിയവ. അവസാനമായി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇന്റർനാഷണൽ റിയൽ എസ്റ്റേറ്റ്. പേര് പോലെ തന്നെ ഇന്റർനാഷണൽ പ്രോപ്പർട്ടീസിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണിത്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പറയാൻ വിട്ടുപോയ മറ്റേതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി. സൈനിങ് ഓഫ്.